ആഹാ നീയാണോടി? എന്താടി എടി? പൈസ വല്ലതും ഇരിപ്പുണ്ടോ? മോൻ്റെ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. പരീക്ഷ തുടങ്ങുമോ? ഫീസ് അടച്ചില്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഇരുത്തത്തില്ല. പൈസ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ എളുപ്പം താമസിക്കാതെ അങ്ങ് തന്നേക്കാം നിനക്ക് തിരിച്ച്. അവന് ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടി കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഇരിപ്പുള്ളൂ. നീ പെട്ടെന്ന് തിരിച്ചു തരുമോ? ഞാൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിന് പോകേണ്ട പൈസയാണ്. അതുകൊണ്ടാണ്. നിനക്കും ഫീസ് അടയ്ക്കാനുള്ളതായതുകൊണ്ട് നീ എളുപ്പം തരാൻ പറ്റുമോ നിനക്ക്? ഒട്ടും താമസിക്കത്തില്ല. എനിക്കും മനസ്സിലാവും നിൻ്റെ സ്ഥിതി. ഞാൻ അയൽക്കൂട്ടത്തിൽ ചോദിച്ചിട്ടുണ്ട്. ആ പൈസ കിട്ടിയാൽ ഉടനെ നിനക്ക് ഇങ്ങോട്ട് തന്നേക്കാം. ഇല്ലടി, കുഞ്ഞിൻ്റെ കാര്യമായതുകൊണ്ടാണ് ഞാൻ വന്നത് രാവിലെ തന്നെ. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഇപ്പം ഒരു 2 ആഴ്ചത്തെ പരീക്ഷ കഴിഞ്ഞ് അവധിയാണ്. അപ്പോൾ അവൻ ആ സമയത്ത് പോകണമെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പൈസ കൊടുത്തെങ്കിൽ അവർ ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്തു പഠിപ്പിക്കാനായിട്ട്. അപ്പം നീ ഇങ്ങ് തരുവേ? നീ കൊച്ചൻ്റെ ഫീസ് ആയതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തരുന്നത്. എന്നാൽ അവിടെ നിൽക്കി, ഞാൻ എടുത്തോണ്ട് തരാം. എന്തോ അമ്മ, ആരമ്മ വിളി വന്നേ? മോനെ സുജാത ചേച്ചിയാ പൈസ ഉള്ള അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പം മോൻ്റെ ഡ്രൈവിങ്ങിന് വെച്ചിരുന്ന പൈസ അങ്ങോട്ട് കൊടുക്കാന്നുണ്ട്. ഉടനെ തരാമെന്ന്. പെട്ടെന്ന് തരും അമ്മ, എനിക്ക് 2 ആഴ്ച അവധിയോ ഉള്ളു. അത് തരും. അപ്പം നിനക്ക് 2 ആഴ്ച ഉണ്ടല്ലോ. അതിന് മുമ്പ് ഇങ്ങനെ തരാമെന്ന് പറഞ്ഞു. പരീക്ഷ കഴിയുമ്പോഴത്തേക്ക് തരാമെന്ന് പറഞ്ഞു. എന്നാ കൊടുക്കമ്മേ. എന്നാടി വേണ്ട, ഒത്തിരി താമസിപ്പിക്കരുത്. കുഞ്ഞിന് 2 പരീക്ഷയും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അവന് പോകേണ്ടതാ. ഞാൻ അച്ചായനോടും ചോദിച്ചിട്ടില്ല. ഒട്ട് പോയിച്ച് താമസിക്കാതെ എളുപ്പം ഇങ്ങനെ കൊണ്ടു തരണേ പൈസ, കേട്ടോ? ഒട്ടും താമസിക്കത്തില്ല. എനിക്കും മനസ്സിലാവും. ഞാൻ എളുപ്പം തന്നെ നിങ്ങൾ കൊണ്ട് തന്നേക്കാം. ഞാനിപ്പോൾ മോൻ സ്കൂളിൽ പോകാൻ ഒരുങ്ങുക. എളുപ്പം കൊണ്ട് കൊടുക്കട്ടെ. പിന്നെ സമയം പോലെ ഞാൻ വരാം, കേട്ടോ? ശരി. ഇതുവരെ കിട്ടിയില്ലേ അമ്മേ? അയ്യോ എൻ്റെ പൊന്നു മോനെ, എന്തോ പറയാനെ, കിട്ടിയില്ല. 2 പ്രാവശ്യം ഞാൻ അവരുടെ വീട്ടിൽ പോയി. അവൾ അവിടെ ഇല്ലായിരുന്നു. വിളിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. ഒന്നുകൂടെ പോവാമ്മേ. എനിക്ക് നാളെ പരീക്ഷ കഴിയും. ഞാൻ പോയി നോക്കി. അവളിങ്ങ് കൊണ്ട് തരാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുണ്ടോ? അയൽക്കൂട്ടത്തിന് പോയിട്ട് അയൽക്കൂട്ടത്തിനും വന്നില്ല. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ പിള്ളേർ മാത്രമേ ഉള്ളൂ. നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുന്നത് ശരിയല്ലല്ലോ. എനിക്ക് നാളെ അങ്ങനെ പൈസ ഒപ്പിക്കാമേ. പൈസ ഒപ്പിക്കുന്നു പറഞ്ഞാൽ കയ്യിലിരുന്ന പൈസയല്ലേ, പപ്പായോട് പറയാനും പറ്റത്തില്ല. അമ്മ പെട്ടെന്ന് കൊണ്ട് തരുമോന്ന് നോക്കട്ടെ. സുജാത ചേച്ചി വരുന്നു. എന്തിയേ? ഞാൻ ഇന്നലെയും പോയായിരുന്നു വീട്ടില്, കണ്ടില്ല. എവിടാ സുജാത? എവിടെ നിന്നേ? നീ പൈസ മേടിച്ചോണ്ട് പോയപ്പോ എന്ത് വടി എന്നോട് പറഞ്ഞത്? അതിന് ഞാൻ നിനക്ക് തരത്തില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അവിടുന്ന് കിട്ടിയില്ല, അതുകൊണ്ടാണ് തരാൻ താമസിക്കുന്നത്. കിട്ടുമ്പോൾ അങ്ങ് തരും. തരത്തില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. തന്നപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലായിരുന്നോ കുഞ്ഞിന് ഫീസ് അടയ്ക്കാനായി ഡ്രൈവിങ്ങിന് പോകേണ്ട പൈസയാണ്. അവൻ്റെ പപ്പയോട് പോലും പറയാതെ തരുന്നു. അന്നേരം നീ അത് സമയത്ത് കൊണ്ട് തരണ്ടേടി. ഞാൻ എത്ര പ്രാവശ്യം ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു, ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല. നീ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? പൈസ മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇച്ചിരി പൈസ നിൻ്റെ നിന്ന് മേടിച്ചെന്ന് പറഞ്ഞ് നീ എന്താ ഈ വഴിയിലൊക്കെ പിടിച്ചു നിർത്തി എന്നോട് ഈ ചോദ്യം ചെയ്യുന്നത്? എന്താ നീ തന്നിട്ടുണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കാനാണോ? നാണം കെടുത്താനാണോ? മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തരും. കൈ കിട്ടുമ്പോൾ അങ്ങ് തരും, അത്രേ ഉള്ളൂ. ചേച്ചി എന്തോ പറഞ്ഞു? എന്തോ പറയാനാ, മേടിച്ചപ്പോൾ പറഞ്ഞു കൂട്ടല്ല ഇപ്പം പറയുന്നത്. അവിടെ ഇപ്പം പൈസ ഇല്ല, കിട്ടുമ്പോൾ തരാമെന്ന്. എന്തോ ചെയ്യും? എനിക്ക് എന്തായാലും പൈസ വേണം. എനിക്ക് ഡ്രൈവിങ്ങിന് പോകണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇപ്പം എന്തോ ചെയ്യും? നീ പപ്പായോടൊന്ന് പറഞ്ഞു നോക്കാം. അമ്മ പറഞ്ഞു നോക്ക്, ഞാൻ പറയത്തില്ല. ഞാൻ പറയാം. അവള് തരാമെന്ന് പറഞ്ഞല്ലേ നിന്നോട് ഞാൻ പറഞ്ഞ. നീ നിൽക്കല്ലേ അവൾക്ക് കൊടുത്തത്. തരാമെന്ന് പറഞ്ഞ് മേടിച്ച് കഴിഞ്ഞ് നമ്മൾ അറിഞ്ഞു ഇങ്ങനെ ചെയ്യുമെന്ന്. അവൾ ഇപ്പം കിടന്ന് ചാടുന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് അമ്മ പപ്പായോട് ചോദിക്കുന്നു. ഏതായാലും പപ്പായോട് ചോദിച്ചിട്ട് എന്താണെന്നുള്ളത് ചെയ്യാൻ, കേട്ടോ?